ഹലോ ഗായ്സ്, ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഞങ്ങൾ ടൗണിൽ പോകുന്നു, കുറച്ച് പർച്ചേസ് ചെയ്തു അരങ്ങേറ്റം ഞങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരാഗ്രഹം ഇങ്ങനെ ഇരിക്കാനും. പിന്നെ അവള് പുതിയ ബാഗ് വാങ്ങി, നാലാൾ കാണണ്ടേ. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് ഗൈസ്. അപ്പോൾ അവിടെ കല്യാണത്തിന് കുറച്ച് പേര് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഇവിടെ ഇങ്ങനെ ഒക്കെ വട്ടത്തിലിരിക്കാന്ന്. സാരി നോക്കണ ഗീസ് വെയിറ്റിംഗ്. എന്താടി അങ്ങനെ ചോദിച്ചൊരു ചായ വാങ്ങി സമാധാനം. സാരി കണ്ട് തല ഇറങ്ങി അനക്കിപ്പോ കിട്ടും. കിട്ടി ചായ എല്ലാവരും ചായ കിട്ടി സമാധാനം. ഇനിയിപ്പോ പോവാം. കിട്ടാൻ അത്രയും നേരം കിട്ടുന്നതിന് സാരി എടുക്കാൻ വേണ്ടി പോയി. ശരിക്കും ഞങ്ങൾ ജ്യൂസ് ചെയ്ത് പ്രതീക്ഷിച്ചു. സാധനം ഉണ്ട്. നമ്മള് കന്നഡ വരാൻ മറന്നു. സൺഡേ ആയതുകൊണ്ട് പറയണ്ടല്ലോ. അതെ, വഴി വേണോ? എന്ത് വാങ്ങാന്നാ? എന്ത് നമ്മള് വാങ്ങാൻ വന്നിത്? വിളക്കോ? അല്ല, അത്ര വണ്ടി വിളിച്ച് വന്നതാ. അതല്ലേ ഇത് വാങ്ങാനായിട്ട്. ഒരു താലം വാങ്ങിച്ച് ഞങ്ങൾ സൈഡായി. ഇനി ഞങ്ങള് എങ്ങോട്ടാ? എടി എങ്ങോട്ടാ പോന്നേ? ഫലൂദ കഴിക്കാൻ. ഷോപ്പിന് വേറെന്താ? കലന്തൻസ്. എവിടെ? അതെ, ഫേമസ് ഫലൂദ കഴിക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. പൈസ നമുക്ക് നിങ്ങൾ SM വരികയാണെങ്കിൽ ഇവിടെ ഒന്ന് കേറണം കേട്ടോ. നല്ല തിരക്ക് അവിടെ. നമ്മളോട് കേറണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, എന്നാലേ എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റുള്ളൂ. നല്ല തിരക്ക. ചെറിയ ഷോപ്പാണെങ്കിൽ ഞങ്ങൾ കഴിച്ചിട്ട് പറയാം. ഞങ്ങൾക്ക് വന്നു. ഞങ്ങൾ സ്പെഷ്യലായിട്ട് പറഞ്ഞു കേട്ടോ. ഇങ്ങോട്ട് സ്പെഷ്യലിനും ഇതിനും നമ്മളെ വ്യത്യാസം എന്താ അറിയോ? സാധാ ആകുമ്പോൾ ഇവിടെ ഒരിങ്ങനെ പരത്തിയായിട്ട് വാനിലിടും. ഇതാകുമ്പോൾ എന്തായി, ഇത് ഇങ്ങനെ ഉണ്ടായി. എല്ലാം കേട്ടില്ലേ? വ്യത്യാസം. അതിനാണ് 20 രൂപ എക്സ്ട്രാ. ഞാൻ സംസാരിക്കില്ല, അത് കഴിക്കട്ടെ. തിരക്കില്ല. മറ്റേ തണുപ്പ് തന്നെ നമുക്ക് സൗണ്ട് വിളാവിളാവിളാവല്ലോ. അതാ വേണോ? കഴിച്ചു. ഇതാ ഷോപ്പിന്റെ പേര്. SM എന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ സിൽക്ക് മന്ദിറിലേക്കാണ് പോയത്. അവിടുന്ന് സാരി എടുക്കാണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ സിൽക്ക് മന്ദിറിലെത്തി. എടി എന്തിനാ വന്നേ? സാരി വാങ്ങി. ഞങ്ങള് സാരി വീടിൻ്റെ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. തായി വൈഷ്ണവി ഞാനാ ബില്ല. വൈഷ്ണവി ഞങ്ങള് സാരി വാങ്ങി. അപ്പം സാധനം കിട്ടാൻ പറ്റിയല്ലേ? താലം കിട്ടണം. താലോ സാരി കുഴങ്ങി. അപ്പം ഒരു നാരങ്ങ സോഡ കുടിക്കുക വെച്ച്. ഫലൂദ കുടിച്ചത് 4 നാരങ്ങ സോഡ. എടി ഫലൂദ ഇപ്പം എന്താ ഇങ്ങനെ നാരങ്ങ സോഡ കുടിക്കാൻ? ഫലൂദ ദഹിക്കാൻ അതോടെ ഡെയിലി പോയെന്ന് കണ്ടിട്ട് പള്ളയില് അതിന് ദാഹം. ഇതൊക്കെ നോക്കണമെന്നുണ്ട്. അങ്ങനെ ഒരു നാരങ്ങ സോഡയൊക്കെ കുടിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.